ദശകം 73 ഭഗവാന്റെ മധുരായാത്ര. നിശമയ്യതവാഥയാനവാർത്താം. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് മധുരയിലേക്ക് പോകുന്നു എന്ന വാർത്ത കേട്ടിട്ട് നിശമയ്യ ഭൃശം ആർത്താഹ, അത്യന്തം ദുഃഖിതകളായി, ആർത്തകളായി, ദുഃഖിതകളായി. ആര്? പശുപാലബാലികാസ്താഹ. ആ ഗോകുലത്തിലുണ്ടായിരുന്ന എല്ലാ ഗോപികളും, ബാലിക മാത്രമേ പറഞ്ഞുള്ളൂവെങ്കിലും എല്ലാ ഗോപികളെയും എടുക്കണം നമ്മൾ. അവരോട് ആരോടും ഇതിനെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. പെട്ടെന്നാണ്. കിമിതം കിമിതം ഇതം കിം ഇതം കിം, ഇതെന്താ ഇത്? കഥം യുതീമാഹ ഇതി ഇമാഹ പരിദേവിതാനി. അവരെല്ലാവരും വിലപിക്കാൻ തുടങ്ങി. എന്തു പറഞ്ഞ്? കിമിതം കിമിതം, ഇതെന്താ അത്? ഇതെന്താ അത്? കഥഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഒരാൾ മാത്രമല്ല, സമവേദാഹ, എല്ലാവരും കൂടി നേർത്തെ. രാത്രി ഉറങ്ങിയില്ല, അവർ ഉറങ്ങാതെ കണ്ടിരുന്നു. എല്ലാം കൂടി ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടി. പരിദേവിതന്യകൂർവൻ, പരിദേവിതങ്ങൾ, വിലാപങ്ങൾ. അവർക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു കാര്യം. കൃഷ്ണൻ തങ്ങളെ വിട്ടുപോവുകയോ, അതെങ്ങനെ സഹിക്കും? അതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. അങ്ങനെ അന്യോന്യം ഒന്നിച്ചു ചേർന്ന് അവലാദികൾ പറയാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും കൃഷ്ണൻ നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്ന് അവരെല്ലാവരും എന്തെന്നില്ലാത്ത ദുഃഖത്തോടുകൂടി വിലപിച്ചു. പരിദേവിതന്യകുർവൻ. ശ്രീകൃഷ്ണനിപ്പോൾ 10 വയസ്സും 8 മാസമായി എന്നാണ് പറയുന്നത്. 11 വയസ്സെന്ന് ചുരുക്കി പറയാറുണ്ട്. ശരിക്ക് ഭാഗവത പദ്യത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. തൃശ്ശൂരിൽ ശ്രീധര വാര്യരുടെ ഒരു വ്യാഖ്യാനമുണ്ട്. അതിൽ പറയുകയാണ്, ശരിക്ക് 10 വയസ്സും 8 മാസവുമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ തങ്ങളെ വിട്ടിട്ട് മധുരാവിലേക്ക് പോകുന്നു എന്നുള്ളതായ വാർത്ത കേട്ട് ആ ഗോപികളെല്ലാവരും ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്താണിത് എന്നറിയാതെ കണ്ട് ഒന്നിച്ചു ചേർന്ന് വിലപിക്കാൻ തുടങ്ങി. ശ്ലോകം 2. അവർ തന്നെ വിലപിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കരുണാനിധിരേഷ നന്ദസൂനു. ഈ നന്ദഗോപുരപുത്രനായ ഈ കൃഷ്ണൻ കാരുണ്യനിധിയാണ്. നമ്മളൊക്കെ എന്തൊരു സ്നേഹമാണ് അദ്ദേഹത്തിന്. എന്നിട്ട് കഥമസ്മാൻ വിസൃജേ, എങ്ങനെ നമ്മളെ ഉപേക്ഷിക്കുക? എന്താ നമ്മുടെ സ്ഥിതി? അനന്യനാഥാഹ, നമുക്ക് വേറെ ഒരു നാഥനില്ല. ഈ കൃഷ്ണനെ മാത്രമാണ് നമ്മൾ നാഥനായിട്ട് കണ്ടത്. അപ്പോൾ വേറൊരു നാഥനില്ലാത്ത നമ്മളെ വിട്ടിട്ട് അദ്ദേഹം എങ്ങനെയാണിത് പോകുന്നത്? ആരാണിത് തീർച്ചയാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തി പറഞ്ഞു, അത് നമ്മൾ എന്തിനാ അങ്ങനെ പറയണേ? വധ നക്കിമു ദൈവമേവമാസി. ഇതൊരാശ്ചര്യം, അത്രയേ ഉള്ളൂ.
ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം ഇങ്ങനെയാണോ എന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തരുത്. ഇത് നമുക്കുള്ള ഒരു പാഠമാണത്. ഓരോന്നും സംഭവിക്കുന്നു, അതിൽ ഓരോരുത്തരും കുറ്റക്കാരാണ് നമ്മൾ വിചാരിക്കുന്നു, ചെയ്യരുത്. നമുക്ക് അനുഭവിക്കാനുള്ളതാണ് വരുന്നത്. നമ്മുടെ ദൈവം അതാണ്. ദൈവം എന്ന് പറയുന്നതാണ് നമുക്ക് അനുഭവിക്കാനുള്ളത്. അത് ഈ ജന്മത്തിലെ അല്ല, കഴിഞ്ഞ ജന്മത്തിലെയാണത്. ഇതാരും അംഗീകരിക്കുന്നില്ല. 99% പേര് ഇത് അംഗീകരിക്കുന്നില്ല. 1% നമ്മളൊക്കെ 1% ഉണ്ടോ എന്നറിയില്ല. ആരിത് അംഗീകരിക്കുന്നുവോ അവർക്ക് മനസ്സമാധാനം ഉണ്ടാകും. എന്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്നുവോ അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ്, അല്ലാണ്ട് ഈ ജന്മത്തിലെ അല്ല. ഇത് ഉറപ്പിക്കണം, അപ്പോഴേ ദുഃഖം പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അത്ര ഭക്തരായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ സൂക്കേട് വന്നു എന്നൊക്കെ ചിന്തിക്കും. ആ സൂക്കേട് ഇവിടുത്തെ കർമ്മം മൂലമല്ല, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മം മൂലമാണ് എന്ന് മനസ്സിലാക്കി സമാധാനിക്കണം. ബദ ന കിമു ദൈവമേവമാസീൽ, നമ്മുടെ ദൈവം ഇങ്ങനെയാണോ? നമുക്ക് അനുഭവിക്കാനുള്ള കർമ്മഫലം, അതാണ് ദൈവം. അത് നമ്മൾ തന്നെ കൊണ്ടുവരുന്നതാണ്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിന് 3 തരത്തിലുള്ളതായ ഫലം. ചിലതിന് നല്ല ഫലം, ചിലതിന് ചീത്ത ഫലം, ചിലതിന് രണ്ടും കൂടി കലർന്നത്. അങ്ങനെയുള്ളതായ ആ ഫലങ്ങൾ എപ്പോഴാണ് നമ്മൾ അനുഭവിക്കണേ? മരിച്ചിട്ട്. പ്രീത്യ ഭവതി, മരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നതോ അടുത്ത ജന്മത്തിലേക്കാണ്. അപ്പോൾ എന്തെന്ത് ദുഃഖങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ വരുന്നുവോ അത് കഴിഞ്ഞ ജന്മത്തിലെയാണ്. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നു മാത്രമേ സാധിക്കൂ, ഭഗവാനെ ഭജിക്കുക. രണ്ടാമതൊന്നും സാധ്യമല്ല. പിന്നെ ചെയ്യാവുന്നത് എന്താണ്? അടുത്ത ജന്മം നന്നാക്കൂ. എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യാമോ ചെയ്യുക, എത്രത്തോളം ദാനധർമാദികൾ ചെയ്യാമോ ചെയ്യുക, എത്രത്തോളം ഭഗവാനെ ഭജിക്കാമോ അത് ചെയ്യുക. ക്ഷേത്ര ദർശനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ, ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്, ഒരു സംശയമില്ല. ദിവസം ആ ക്ഷേത്രത്തിൽ പോയാലോ അവർക്ക്. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് അവിടെ പോയി 3 തവണ ചുറ്റിയാൽ പോരെ, രാവിലത്തെ എക്സർസൈസ് ആയില്ലേ. ഇപ്പം ഭഗവാനെ ഭജിക്കാനൊന്നും പോണ്ട, എക്സർസൈസിന് പോകാമല്ലോ. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെയാണ്. അതിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ബദ കഷ്ടം, ആശ്ചര്യം. നമ്മളുടെ കിമു ദൈവമേവമാസീൽ, നമ്മളുടെ ദൈവം ഇങ്ങനെയാണോ? നമ്മൾ കൊണ്ടുവന്ന കർമ്മഫലം ഇങ്ങനെയാണോ? ഇതി താഹ എന്നവരെല്ലാവരും കൂടി ത്വൽഗതമാനസാഹ വിലേബുഹു, ഭഗവാനിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഭഗവാനിൽ അത്രത്തോളം വിശ്വാസമുണ്ട്. ഭഗവാനാണ് അവരുടെ നാഥൻ. പക്ഷേ കാമുകനായിട്ടാണ് ഇപ്പോൾ കാണുന്നത്, അത്രയേ ഉള്ളൂ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ തന്നെ മനസ്സിനെ അർപ്പിച്ച് ത്വൽഗതമാനസാഹ, ഭഗവാനിൽ അർപ്പിച്ച മനസ്സോടുകൂടിയവരായി ആ ഗോപികൾ എല്ലാവരും വിലപിച്ചു. അതിൽ ചില ഗോപികൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറഞ്ഞുവെങ്കിലും ജ്ഞാനികളായ ഗോപികൾ ഇത് നമ്മുടെ തന്നെ ദൈവമാണ്, നമ്മളുടെ കർമ്മഫലമാണ്, അതിൻ്റെ അർത്ഥം ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. എന്ത് നമുക്ക് സംഭവിക്കുന്നുവോ അത് അന്യൻ കാരണക്കാരനല്ല, കാരണക്കാരനായിട്ട് ഒരാളെ കാണുവാണേ അല്ല. ഇത് കാക്കയിരിക്കലും പനമ്പഴം വീഴലും പോലെയാണ്. പനമ്പഴം അറിയാമല്ലോ, പഴുത്തങ്ങനെ നിൽക്കണം, അടുത്ത നിമിഷം വീഴുന്നു പറഞ്ഞ് നിൽക്കുകയാണ്. അതിൽ കാക്ക പോയിരുന്നു ഇട്ടും. അതുപോലെയാണ്
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്ന ആൾക്കാർ, അവരെ നാം കുറ്റപ്പെടുത്താൻ പാടില്ല. നമുക്ക് അനുഭവിക്കേണ്ടതിനെ അവർ കൊണ്ടുവന്ന് തരികയാണ്. ഈശ്വര ചിന്തയോടുകൂടി നമ്മളത് അനുഭവിക്കുക എന്ന് മാത്രം.